Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ലസ്സിയാണ്. ഇപ്പോൾ ഒരു മാമ്പഴക്കാലമാണ്, കൂടാണ്ട് നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ലസ്സിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. മാംഗോ ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് തൈര്. അപ്പോൾ ഈ നല്ല കട്ട തൈരാണ്, കൂടാണ്ട് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈരും കൂടിയാണ്. ഈ തൈര് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. ഒരു മാങ്ങ അത് വലിയ പീസായിട്ട് മുറിച്ചെടുത്തേക്കാണ്. കുറച്ച് മാങ്ങ ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കുറച്ച് ഐസ് വാട്ടർ. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കണ മാങ്ങയ്ക്ക് നല്ലപോലെ നാരുണ്ട്. അപ്പോൾ ആ നാരൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അത് ആദ്യം ഇത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് പൾപ്പാക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ നാരില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമേ ഈ ജാറിലേക്ക് ഈ വലിയ പീസായിട്ട് മുറിച്ചേക്കണ മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചില നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തായാലും വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ ലസ്സി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ മാങ്ങ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നാരുള്ളത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് മാങ്ങ പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം അരിച്ച് നാരെല്ലാം കളഞ്ഞെടുത്തേക്കുക. ഇനി ഇത് നമുക്ക് ലസ്സി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ആ മാങ്ങ അരച്ച സെയിം ജാറിലേക്ക് തന്നെ മാറ്റണേണ്. ഈ മാംഗോയുടെ പ്യൂരി നമുക്ക് ഒഴിച്ചെടുക്കാം. തൈര് ഒഴിക്കാം. അധികം പുളിയില്ലാത്ത തൈരാട്ടോ. ഏലക്കാപ്പൊടി, പഞ്ചസാര, കുറച്ച് തണുത്ത വെള്ളം. അപ്പോൾ ഞാനൊരു 2 കപ്പ് തണുത്ത വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ആ മാങ്ങ വെച്ചിട്ട് 1 ഗ്ലാസ് മാംഗോ ലസ്സിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മാംഗോൻ്റെ പീസസ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം. ഒരു 15 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് നല്ല തണുക്കും. അങ്ങനെ എടുക്കാം. അപ്പോൾ ഓൾറെഡി തണുപ്പുണ്ട്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഐസ് വാട്ടറാണല്ലോ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് ചൂടുകാലത്തൊക്കെ നമുക്കിപ്പോൾ ഇതുപോലെ ഒരു ലസ്സിയൊക്കെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിന് പകരം നോർമൽ ലസ്സിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മാംഗോ ഇട്ട ആ സ്റ്റെപ്പങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ലസ്സി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്